ഒന്നുമില്ലായ്മയിൽ നിന്ന് വലിയ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുക, എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവുക അധികം പേർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചതെല്ലാം ദാനമാണ് എന്ന ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് അനേകർക്ക് പങ്കുവെക്കാനും കൂടിയാണ് ദൈവം എൻ്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന മനോഭാവത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് തീപിടിച്ചവരുടെ കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത് ബ്രദർ റാഫേൽ മാപ്രാണി. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാനായിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടാമത്തെ എപ്പിസോഡിൽ അദ്ദേഹത്തെ വീണ്ടും കേൾക്കാം. ഇവരെ വീണ്ടും സ്വാഗതം. അങ്ങയുടെ എന്നെ പരിചയപ്പെടുത്തിയത് അത് തന്നെ അതിൻ്റെ പ്രധാന കാരണം എല്ലാം ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണെന്നുള്ള കാഴ്ചപ്പാട്. അപ്പോൾ ഇത്രയും ഒരു ലളിതമായ ഒരു ജീവിത ശൈലി അങ്ങത് മനഃപൂർവ്വം രൂപപ്പെടുത്തിയെടുത്തതാണോ അതോ സ്വാഭാവികമായിട്ട് വന്നതാണ്? മനഃപൂർവ്വം എന്ന്. കാരണം ഞാൻ ഇന്നലകളെ മറക്കാറില്ല. ഇന്നലെ എനിക്ക് ഒരുപാട് ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഞെരുക്കത്തിൻ്റെയും അങ്ങനെ നീണ്ട പട്ടിയുണ്ടല്ലോ. ദൈവത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, മാനുഷ്യതലത്തിനും ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എങ്കിലും അപ്പൻ്റെ മദ്യപാനം അത് ചെറിയൊരു കാരണം. ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൻ്റെ മദ്യപാനം അങ്ങേ ഏതെങ്കിലും വിധത്തിൽ നെഗറ്റീവായി സ്വാധീനിച്ചിട്ടുണ്ടോ? കാരണം ചിലർ പറയാറുണ്ട് എൻ്റെ അപ്പൻ മഹാകള്ളുകൂടിയനായിരുന്നു, അതുകൊണ്ട് ഞാനും ഒരു കള്ളുകൂടിയനായി. എന്നെ സംബന്ധിച്ച് അപ്പൻ്റെ മദ്യപാനം എനിക്ക് അനുഗ്രഹമായിട്ടാണ് മാറിയേക്കണേ. കാരണം എന്താണെങ്കിൽ അതുകൊണ്ടാണ് എനിക്ക് ഈ ദാരിദ്ര്യത്തെയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിൻ്റെ കാരണം. കർത്താവിൽ ആശ്രയം വയ്ക്കാൻ പറ്റിയതിൻ്റെ കാരണം. കർത്താവ് ചെയ്ത അനന്ത നന്മകളൊക്കെ മാറ്റപ്പെടുത്താൻ ഞാൻ ഇതിലേക്ക് നോക്കുമ്പോൾ ഞാനൊന്നുമില്ല. അപ്പൻ്റെ മദ്യപാനം, അമ്മയുടെ മരണം, ഇതൊക്കെ എനിക്ക് എന്നെ ഇന്നാക്കിയതിൻ്റെ പിന്നിൽ ഒരു ഭാഗം കൂടി അതുണ്ട്. ആ ദാരിദ്ര്യം ഞെരുക്കങ്ങളൊക്കെ. കാരണം അത് എന്നെ എളിമപ്പെടാൻ സാധിച്ചു കർത്താവിൻ്റെ കൃപയ്ക്ക്. നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു? ഒരിക്കൽ പോലും മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ തീരുമാനം 100% പറയാൻ പറ്റില്ല. കാരണം ആദ്യകാലത്ത് വല്ലപ്പോഴും ഒക്കേഷനിൽ കുറേശ്ശെ കുടിച്ചിരുന്നു. പിന്നെ കുറവും കൂടി കർത്താവിൻ്റെ വചനം അറിയും തോറും എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പാപിയാണെന്നുള്ള ബോധ്യവും. പക്ഷേ ആദ്യമൊക്കെ തുടക്കം കുഴപ്പമില്ല, ഞാൻ തരക്കേടില്ല അല്ലേ. അടുക്കും തോറും ഇപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ എൻ്റെ ആഗ്രഹം 100% പെർഫെക്റ്റായിട്ട് ബൈബിൾ പറയണം ജീവിക്കുന്ന. എൻ്റെ സെൽഫ് ഇവാലുവേഷനിൽ 1% പോലും ഞാൻ ശരിയായി. അങ്ങനെ കുറവുകളുണ്ട്. അപ്പോൾ എൻ്റെ കുറവുകൾ കൂടുതൽ മനസ്സിലാക്കാൻ ഇടയാക്കുക ചെയ്തിട്ടുള്ളൂ ദൈവദിനത്തെക്കുറിച്ച് അറിവ്. അപ്പോൾ അതുപോലെ കർത്താവിൽ ആശ്രയം വയ്ക്കാനും അമ്മയുടെ മരണം, അപ്പൻ്റെ ഇതുപോലെ മദ്യപാനം, അതിലൂടെ വന്ന ഞെരുക്കങ്ങളൊക്കെ കാരണമാണ്. ഒരിക്കലും അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല, ഇന്ന് വരെ സങ്കടമില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 1982 അങ്ങയുടെ ആദ്യമായിട്ട് ബൈബിൾ കിട്ടിയത് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഒരു ഭയങ്കര ആർത്തി പിടിച്ച് അത് ആത്മീയ കാര്യങ്ങളെക്കാൾ കൂടുതൽ അറിവ് നേടാനായിരുന്നു. ക്യൂരിയോസിറ്റി എന്നൊക്കെ പറയില്ല, അറിയാൻ എന്താണതിന്. പക്ഷേ 83-ൻ്റെ ആശ്വൻസ് ഉണ്ടല്ലോ, മാർച്ചിലൊക്കെ ഡേറ്റ് ഞാൻ ഓർക്കില്ല. അന്ന് തൊട്ട് പിന്നെ ആത്മീയദാഹത്തോടെ പിന്നീടും തന്നെ തുടർന്നു. പിന്നെ കർത്താവ് കൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നും അങ്ങ് ബൈബിൾ വായിക്കുന്നതിൽ വളരെ താല്പര്യമാണ് എനിക്ക്. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഭാഷ പറഞ്ഞ ഒരുപാട് ഓടിയിട്ടുണ്ട്. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിലും ആരംഭ കാലഘട്ടത്തിൽ അവരെ ശൈശവദശ എന്നൊക്കെ പറയില്ലേ, അവിടെ ചേരാനും അവിടെ സഹായിക്കാനും കഷ്ടപ്പെടാനും. കാരണം കഷ്ടപ്പെടാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ശാരീരികമായിട്ട് സാമ്പത്തിക അന്നൊക്കെ ഉണ്ടല്ലോ, കുറേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുമാതിരി വളർന്നു കഴിയുമ്പോൾ ഒരു 4-5 കൊല്ലം 5-6 അപ്പോൾ കർത്താവ് എന്നെ അവിടെ നിന്ന് മാറ്റും. അങ്ങനെ ഏതെങ്കിലും ചിലപ്പോൾ എൻ്റെ ഭാഗത്തുള്ള കുഞ്ഞ് മൈനസ് കുറേ ഒരുപാട് തെറ്റിദ്ധാരണ അനുഭവിച്ചിട്ടുള്ള ഞാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങയുടെ സഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ അങ്ങ് അനുഭവിച്ച സഹനം ഇതുപോലത്തെ രീതിയിലുള്ള ഈ ചില തെറ്റിദ്ധാരണകൾ വരിക, നമ്മൾ തിരസ്കരിക്കപ്പെടുക, മാറ്റി നിർത്തപ്പെടുക. അതെ, അത് അങ്ങനെയുള്ള അനുഭവങ്ങളാണ് കൂടുതലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ ദുഃഖിപ്പിച്ചിട്ടില്ല. ഞാൻ അതിനൊരു 3 കാരണം ഞാൻ പറഞ്ഞു. അതെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ. അതെ, അത് കുറച്ചുകൂടി വിശദീകരിച്ച് തരാം, അപ്പോഴേ അത് ക്ലാരിറ്റി ആവുള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിലുള്ള കുറേ കാര്യങ്ങൾ 3 അമൂല്യ ചിന്തകൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഞാൻ ബൈബിളിൽ 100% വിശ്വസിക്കുന്നു പറഞ്ഞല്ലോ. ബൈബിളിലൊരു വാക്യമുണ്ട്, യോഹന്നാൻ 1:12. ബൈബിൾ എല്ലാ വാക്യം ഞാൻ വിശ്വസിക്കുന്നു. അതിലൊരു വാക്യം,
അവിടെ പറയാണ്, ഈശോ പറയണ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പം ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇന്ന് പോലും കുർബാന സ്വീകരിച്ചു, വിശ്വാസമാണ്. അപ്പോൾ ഇത് രണ്ടും ചെയ്താൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് യേശു ക്രിസ്തുവാണ് പറയണത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാനഗുരുവിനേക്കാളും കോടാനുകൂടി ഉന്നതനാണ് യേശു ക്രിസ്തു. അത് ബൈബിൾ. ലോകത്തിലെ കോടിക്കണക്കിന് ആത്മീയ ഗ്രന്ഥങ്ങൾ, അതിനേക്കാൾ കോടാനുകൂടി ഉന്നതമാണ് ബൈബിൾ. അപ്പോൾ അക്കോർഡിംഗ് ടു ബൈബിൾ, അക്കോർഡിംഗ് ടു ക്രൈസ്റ്റ്, ഞാൻ യേശുവിനെ സ്വീകരിക്കും, വിശ്വസിച്ച് ചെയ്തുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മകൻ. ഇത് ഞാൻ ഉറച്ച് വിശ്വസിക്കണം. ആ വിശ്വാസം എന്നെ ഒരു സ്റ്റെപ്പ് കൂടി ഉയർത്തി. അതാണ്, എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. മത്തായി 10:29 ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ശില്ലിക്കാശിന് 2 കുരുവൻ വിളിക്കും, അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് അറിയാതെ, സർവശക്തനായ ദൈവം നല്ല പറഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ അത്യുന്നതനായ അപ്പനറിയാതെ. ആ ഇൻറ്റിമസിക്ക് ഡെപ്ത് നമുക്ക് നാവുകൊണ്ടൊന്നും പറയാൻ, ചിന്തിക്കാൻ പറ്റില്ല. അത്രയും ഡെപ്ത് നിൻ്റെ അപ്പനറിയാതെ. ആ വാക്ക് നമ്മുടെ കർത്താവാണ് ഉപയോഗിക്കണേ. നിങ്ങളുടെ പിതാവ് അറിയാതെ നിലംപതിക്കില്ല. അനേകം നമുക്കറിയാം ബാക്കി വാക്യങ്ങൾ. അപ്പോൾ ഇത് ഈ ചിന്ത ഒരു സ്റ്റെപ്പ് കൊണ്ട് എന്നെ കർത്താവിലേക്ക് ഉയർത്തി. ഇതൊക്കെ എൻ്റെ ഹൃദയത്തിൽ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്, ഇന്ന് വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. മത്തായി 7:9-10 വാന്ന്, നിങ്ങൾ ഏതപ്പനാണ് മീനെ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുക, മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുക, ദുഷ്ടായ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ദാനങ്ങൾ നൽകാമെന്ന് അറിയുന്ന തന്നോട് ചോദിക്കുന്നവർ എത്രയോ അധികം നന്മ ദൈവം തരില്ല. അപ്പോൾ ഈ 3 കാര്യം ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ മാറാൻ നമ്മളതല്ലേ പ്രാർത്ഥിക്കണേ, അങ്ങനെ രാജ്യം വരണം, അങ്ങനെ ഉറച്ച ബോധ്യം. അത് ഉറച്ച ബോധ്യം. അനുഭവം. എന്ത് അപകടം ഉണ്ടായാലും, എന്ത് പ്രശ്നം, കാര്യമായിട്ട് പ്രശ്നങ്ങളോ രോഗങ്ങളൊന്നും കർത്താവിൻ്റെ കരുണ ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ള ഉറച്ചുണ്ടാവുക. അതെ, എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നും ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ ദോഷത്തിനായിട്ട് എൻ്റെ പിതാവൊന്നും ചെയ്യില്ല എന്ന് മാത്രമല്ല, എല്ലാം നന്മയ്ക്കായിട്ട്. അതെ, അത് അടയാൻ വേണമെങ്കിൽ ഈ 3 അടിസ്ഥാന തത്വങ്ങളിലാണ്, അല്ലെങ്കിൽ 3 സത്യങ്ങളിലാണ് അങ്ങ് ജീവിതം ബേസ്മെന്റ്, എൻ്റെ അതെ. അതുകൊണ്ടാണ് അമ്മയുടെ അത് നേരത്തെ പറഞ്ഞു, അമ്മ ഒക്കെ നന്മയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് സുവിശേഷ വേലക്കാരനായെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വേറെ ഇപ്പം അത്യാവശ്യം സാമ്പത്തികം ഞെരുക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ കരുണയാൽ. അപ്പോൾ കുറേ കൂടി കാശുണ്ടാവും, ആർക്കും കൊള്ളാതെ അങ്ങനെ അവസാനം ഒരു നാൾ ചത്തു മണ്ണായി പോകും, ഒരാൾക്ക് ഉപകാരപ്പെട്ടില്ല. പിന്നീട് കുടുംബജീവിതത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ജീവിത പങ്കാളി, മക്കളൊക്കെ ഏത് നിലയിലെത്തി? 3 പേരും വിദേശ ജോലിക്കാരാണ്. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. മൂത്ത 2 പേർക്കും മക്കളായി, എനിക്ക് പേരക്കുട്ടികളായി. അവരുടെ ജീവിത പങ്കാളിമാരും വിദേശത്താണ്. ഒക്കെ നല്ല. എനിക്ക് മക്കളെക്കുറിച്ച് അവരൊന്നും 1 മില്ലിഗ്രാം പോലും എന്നെ തലകുനിക്കാൻ ഇടയാക്കിയിട്ടില്ല ഒരു കാരണവശാലും. ഇതുമല്ല, അവർക്ക് നല്ല തർക്കമില്ലാത്ത ജോലി അതിലൊന്നല്ല എനിക്ക് അവരെ കുറിച്ച് സന്തോഷം. ഇതൊക്കെ സെക്കൻഡറി. പ്രൈമറി, അവർ ദൈവഭക്തരാണ്. ദൈവാശ്രയമുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, കുംസാരുണ്ട്. അതാണ് ഒരു പ്രേമത്തിലോ ഈ കാലഘട്ടത്തിൻ്റെതായ ഒന്നിലും ഒക്കെ തെറ്റായ ബന്ധങ്ങളിലും പോയി ഒന്നും 1 മില്ലിഗ്രാം പോലും എൻ്റെ മക്കളെ കുറിച്ചായിരുന്നു. മോൻ കാരണം അല്ല മോള് കാരണം അവിടെ മുമ്പിൽ കുനിയേണ്ടി വന്നു. എൻ്റെ കണക്കിൽ പറഞ്ഞാൽ എന്നെക്കാളും വളരെ നല്ല വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ്. കർത്താവിൻ്റെ കരുണയാൽ ഇങ്ങനൊരു വര എനിക്ക് കിട്ടി. അവർക്ക് കിട്ടിയ പോലെ ചെയ്യണ്ട. മോളൊക്കെ നേഴ്സിങ്ങിൻ്റെ ശുശ്രൂഷയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങേക്ക് സന്തോഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ചിലർ പറയാറുണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ പറയുന്നൊരു കാര്യം, നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് സന്തോഷം. എൻ്റെ സന്തോഷം ഈ സുവിശേഷ ക്ലാസ് ധ്യാനങ്ങൾ കഴിഞ്ഞ് പിന്നീട് അവരൊക്കെ നിലനിൽക്കുന്നു, മാനസാന്തരം ഉണ്ടായി, ആത്മരക്ഷ നിലനിൽക്കുന്നുള്ളതിനാണ് എനിക്ക് ഏറ്റവും സന്തോഷം. നിലനിൽക്കുന്നു. അവർ വീണു എന്ന് പറഞ്ഞാൽ എനിക്ക് ദുഃഖം ഉണ്ടാവും. മറ്റ് ഭൗതിക നേട്ടം അവർ കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഓക്കെ, നല്ലത്. കാരണം എൻ്റെ കാഴ്ചപ്പാടിൽ ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാട് മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ കാഴ്ചപ്പാടാണ്. നോട്ട് ഓൺലി ദാറ്റ്, ഇന്നത്തെ ആത്മീയ ശുശ്രൂഷകരോട്, ധ്യാന കേന്ദ്രങ്ങളാകട്ടെ, ധ്യാന ഗുരുക്കന്മാരാകട്ടെ, സുവിശേഷ അവരോട് പരിശുദ്ധാത്മാവിനുള്ള ഏറ്റവും വലിയ ദുഃഖം എൻ്റെ കാഴ്ചപ്പാടിൽ, അല്ല അക്കോർഡിംഗ് ടു ബൈബിൾ, രണ്ടും തന്നെയാണ്. നമ്മളിന്ന് പ്രോസ്പെരിറ്റി ഗോസ്പലായി മാറി. കാര്യസാധ്യത്തിന് വേണ്ടി ആത്മീയ കേന്ദ്രങ്ങളുടെ സമയം, അത് പരിശുദ്ധാത്മാവിന് വലിയ വേദനയാണ്. കൊരിന്ത്യരുടെ 1 ലേഖനം 15-19 വാക്യം. അപ്പോൾ ആ വാക്യത്തിൽ തന്നെ എക്സ്പ്ലനേഷൻ പരിശുദ്ധാത്മാവ് തന്നെ. അതാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചവരാണെങ്കിൽ നിങ്ങളെല്ലാ മറ്റേക്കാളും ഇന്നിപ്പോൾ ധ്യാനം കൂടാൻ വരുന്നത്, അല്ലെങ്കിൽ ധ്യാനത്തിൽ സാക്ഷ്യം കേൾക്കുന്നത് IELTS പാസ്സായി, അല്ലെങ്കിൽ ജോലി കിട്ടി,
മക്കളുണ്ടായി. ഇതൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ആദ്യകാല സുവിശേഷം അതൊന്നും വേണ്ടെന്നാണോ അങ്ങ് പറഞ്ഞത്? വേണം, അതൊക്കെ വേണം. അത് സെക്കൻഡറി ആണ്. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി 6:33 പറഞ്ഞില്ലേ, ആദ്യം അവിടുത്തെ രാജ്യനീതിയും ഇതിന്റെ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ പോകുന്നത് കൂട്ടിച്ചേർക്കപ്പെടാൻ വേണ്ടി നമ്മൾ പോകുന്നു. പിന്നെ ദൈവത്തിന്റെ രാജ്യവും നീതിയും ഒക്കെ പറയാൻ അത് നമുക്ക് സമയം കിട്ടിയാൽ. ഒരു സത്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഏറിയ പങ്ക് ധ്യാന കേന്ദ്രങ്ങളിലും വാസ്തവത്തിൽ ബ്രദറടക്കം ഞാനടക്കം നമ്മളെല്ലായിടത്തും ഇന്ന് പഠിപ്പിക്കുന്നത്, ഇന്ന് പ്രസംഗിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ? ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്നുള്ളൊരു അർത്ഥമല്ല ജനങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നതല്ലേ? അതെ, അത് തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ധ്യാനം നടത്തുന്ന ആളാണ്. താമസിച്ചുള്ള 5 ദിവസത്തെ ധ്യാനം, വേടവ ധ്യാനങ്ങളൊക്കെ. എൻ്റെ ധ്യാനം കൂടി കുറേ പേര് ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അറിയാം ഞാൻ എപ്പോഴും നിത്യജീവന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുക്കും. വാസ്തവത്തിൽ ബ്രദറെ, ഈ ദൈവം നമുക്ക് ഈ ഭൗതിക നന്മകളൊന്നും നിഷേധിക്കുന്നില്ലല്ലോ. ഇല്ല. പക്ഷെ അതെല്ലാം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് നമുക്കെല്ലാം ചേർത്ത് കിട്ടുന്നത് അല്ലേ? റോമ 8:32 നമ്മൾ അങ്ങനെയാ വായിക്കുന്നത്. എല്ലാം ദാനമായി ക്രിസ്തുവിനോട് കൂടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കുമോ? ലഭിക്കും. പക്ഷെ ഇത് നേരെ തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അത് വലിയൊരു പരാജയമാണ്. ആ പരാജയത്തിന്റെ പ്രധാന പ്രശ്നം ഈ നന്മ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ LTC പാസ്സായി നിൽക്കുക, അതാണ് 5 പ്രാവശ്യം പോയതിൻ്റെ ഉദ്ദേശം. അല്ല, കിട്ടിക്കഴിഞ്ഞാൽ അവർ പിന്നെ കർത്താവിൽ നകലും. മനസ്സിലായ? പക്ഷെ കർത്താവിന് ആദ്യം നേടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടിയാലും കർത്താവിന്, പിന്നെ LTC കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വിഷയമല്ല. കർത്താവിനത് മറ്റേത് കിട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് കർത്താവിനെ വിടാനുള്ള സാധ്യതയുണ്ട്. വലിയ ഒരു 99% 1% പിടിച്ചു നിൽക്കുള്ളൂ. മറ്റേത് 99% കർത്താവിൻ്റെ കൂടെ നിൽക്കും. കർത്താവിനെ കിട്ടി. ആദ്യ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഡിവൈനൊക്കെ നിങ്ങൾ നോക്കിക്കോ, അവിടെയൊക്കെ മാനസാന്തരത്തിന്റെ സാക്ഷിയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ മാനസാന്തരത്തിന്റെ സാക്ഷി. ഒരു പ്രശ്നം വെച്ചാൽ ഈ പലയിടത്തു നിന്നും നമ്മൾ കേൾക്കുന്നത് മാനസാന്തരത്തിന്റെ സാക്ഷ്യങ്ങൾ അധികം കേൾക്കുന്നില്ല. പകരം ഇതുപോലെയുള്ള ഭൗതിക നേട്ടങ്ങൾ കിട്ടിയതിന്റെ സാക്ഷ്യമാണ്. അത് ധ്യാന കേന്ദ്രവും അല്ലെങ്കിൽ അതിന്റെ അത് വാസ്തവത്തിൽ ഒരു വലിയൊരു അധപ്പതനമാണ് നമ്മുടെ ഈ ആത്മീയ തലത്തിൽ വന്നിരിക്കുന്നത്. വലിയ പരാജയമാണ്. നോട്ട് ഓൺലി പരാജയം, പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ വേദന. ഈ ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു. അതെ, ഭൗതിക നേട്ടത്തിന് വേണ്ടി നെട്ടോട്ടായി. ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കാര്യം നടന്നതിന് അപ്പുറത്ത് പോയി ഈ കണിയാന്മാരുടെ അടുത്ത് പോകുന്ന തരം താന്ന അവസ്ഥ, ഒരു നിലനിൽക്കുന്ന ആധ്യാത്മികതയില്ല. പക്ഷേ ആദ്യ കാലത്തുള്ളവർ, ഞങ്ങളൊക്കെ എൻ്റെ കൂടെ കുറേ സുവിശേഷ വേലക്കാരുണ്ട്. അപ്പോൾ ഈ അങ്ങ് ഇതിന് എന്താ ഒരു പരിഹാരം? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അസ്തിത്വം നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നല്ല, ദൈവമക്കളാണ്. അതിൽ തന്നെ നമ്മൾ നിത്യജീവൻ്റെ അവകാശികളാണ്. അതാണ് പരിശുദ്ധ. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ആ ഒരു ക്ലോസ് പാടില്ല. ഈ ജഡമുള്ളിടത്തോളം നമുക്ക് ഒക്കെ വേണം. അത് കർത്താവിനറിയാം. അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലോ പരിശ്രമിക്കുന്നതിലോ തെറ്റില്ല. ഒന്നും കർത്താവ് തെറ്റ് പറയുന്നില്ല. ബൈബിളിൽ ആത്മീയ ശ്രേഷ്ഠന്മാർ പഴയ നിയമത്തിലെ പുതിയ അത് കാണുന്നുണ്ട്. പക്ഷേ അത് മാത്രമാകരുത്. നിത്യജീവൻ്റെ കൂടെ നിന്നിട്ട്, അപ്പോൾ ഇത് വേറൊരു സത്യം, അതിന് മുൻതൂക്കം കൂടാതെ ഇതൊക്കെ തന്നെത്താണ്ടാവും. അത് വേറെ തന്നെത്താണ്ടാവും. അവിടേക്ക് എത്തുന്നില്ല മനുഷ്യൻ. ഇതിനു വേണ്ടി നെട്ടോടി ഈ കാല് വന്ന നായ പോലെ ഓടുന്നെ അവസാനം കിട്ടി കഴിഞ്ഞാൽ പിന്നെ കർത്താവും ഇല്ല, ജോലിയും ഇല്ല. ഒരു പ്രശ്നം മാറി അടുത്ത പ്രശ്നം വരെ. സാത്താൻ ഉറങ്ങുന്നില്ലല്ലോ. ഇപ്പം ILTC വായ പിന്നെ അടുത്ത പ്രശ്നമായി ജോലി കിട്ടുമാണ്. എവിടേക്കെങ്കിലും പോയി അവിടെ ചെന്നപ്പോൾ അടുത്ത പ്രശ്നമായി. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നത്തിലേക്ക് മാറി പോകുന്നല്ലാണ്ട് സമ്പൂർണ്ണ അനുഗ്രഹത്തിൽ മാറണമെങ്കിൽ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. വേറെ സൂത്രപ്പണിയൊന്നുമില്ല. കാരണം നമ്മുടെ ശത്രു സാത്താൻ നമ്മളെക്കാൾ ഭയങ്കര ശക്തനാണ്. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നേ അവനെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അവൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കന്നെ വേണം. ചേർന്ന് നിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് അവബോധമുണ്ടായിരിക്കണം. അത് മറ്റൊന്നല്ല, ദൈവമക്കളാണ്. എന്തുകൊണ്ട് ആദ്യ മാതാപിതാക്കന്മാർ പരാജയത്തിൽപ്പെട്ടു? മനുഷ്യന് ഒരു പരാജയമുള്ളൂ, പാപത്തിൽ വീഴുക മാത്രമാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വിചാരിക്കുന്ന, നമ്മൾക്ക് പല കാരണങ്ങളാവും. സാത്താൻ്റെ പ്രലോഭനം, പലതൊക്കെയാണ്. അതൊക്കെ സെക്കൻഡറിയാണ്. അതിന് കാരണമല്ല എന്നല്ല ഞാൻ പറയണേ. പ്രൈമറി റൂട്ട് കോസ് എന്ന് പറയും. മൂല കാരണം വേറൊരു കാരണം. അത് ഒറ്റവാക്കി പറഞ്ഞാൽ അവരുടെ അസ്തിത്വത്തെക്കുറിച്ച് അവർക്ക് അവബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങ് പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിലും വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആൾക്കാർ, ദൈവജനം
അങ്ങയുടെ ആ ഉറച്ച ബോധ്യം പോലെ തന്നെ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ദൈവം എൻ്റെ അപ്പനാണ്. ഈ ഒരു സത്യത്തിൽ അടി ഉറയ്ക്കുമ്പോൾ തന്നെ മക്കൾക്ക് ആവശ്യമുള്ളത് അപ്പം കൊടുക്കുക എന്നുള്ളത് അത് അപ്പൻ്റെ ഉത്തരവാദിത്വമാണ്. അത് അപ്പൻ അത് ചെയ്തോളും. തീർച്ചയായിട്ടും അതന്നെയാണ്. ഈ സത്യത്തിൽ അങ്ങ് അടി ഉറച്ചാൽ മതി. അവിടെയാണ് നമുക്ക് ഈ മറ്റ് പലതിൻ്റെയും പുറകെ പോകാതെ അന്ന് ആദ്യമാതാക്കൾക്ക് പറ്റിയതാണ്. അത് സ്റ്റിൽ കണ്ടിന്യൂ. ഇപ്പൊ നമ്മള് ഈ സത്യമാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, നിങ്ങൾ ദൈവമക്കളായിട്ട് ജീവിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? നമ്മൾ പാപം ചെയ്യുന്നൊക്കെ സങ്കടമുണ്ട്. ഏറ്റവും വലിയ സങ്കടം അതൊന്നല്ല. ഏറ്റവും വലിയ ജെറമ്യായുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. അവിടെയാണ് പിതാവിൻ്റെ ഏറ്റവും സങ്കടം, വേദന. അവിടെ പറയാം, എൻ്റെ മക്കളോട് നിന്നെ പ്രാർത്ഥിക്കാൻ സകല ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദകരമായ അവകാശം നിങ്ങൾ തരാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ബ്രദർ സാറ് പറഞ്ഞു തന്നെ അതന്നെ ഈ പറഞ്ഞു തന്നെ. നാടൻ ഭാഷ പറഞ്ഞു, ദൈവത്തിന് സ്റ്റാൻഡേർഡ് ഭാഷ പറഞ്ഞു, രണ്ടും തന്നെ. അടുത്തൊരു വാക്കുണ്ട്, എൻ്റെ പിതാവേ എന്ന് നിങ്ങൾ വിളിക്കുമെന്നും നിങ്ങളെൻ്റെ മാർഗം ഉപേക്ഷിക്കരുത് ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. അതായത് ലളിതമായ ഭാഷ പറഞ്ഞു, ഓരോ മിനിറ്റിലും എപ്പോഴാണ് എൻ്റെ മോൾ ആത്മാർത്ഥതയോടെ, കൊണ്ടല്ല ഹൃദയം കൊണ്ട്, എപ്പോഴും ദൈവ ഹൃദയം നോക്കണം. 1 ശമൂവേൽ 16:7 വായിച്ചിട്ടില്ലേ? മനുഷ്യൻ ഭാഗ്യരൂപിക്കുന്ന കർത്താവാകട്ടെ ഹൃദയം, ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ അപ്പ എന്ന് വിളിക്കുന്ന സ്വരം കേൾക്കാനാ മതി. അതുകൊണ്ടാണ് നമ്മുടെ ഗുരു പഠിപ്പിച്ചത്, കർത്താവ് യേശു ക്രിസ്തു. അതന്നെ നമ്മുടെ ഗുരു. അങ്ങ് ബൈബിളിൽ പഴയ നിയമമാണോ കൂടുതൽ ഫോളോ ചെയ്യുന്നത്? 70 പഴയ നിയമം, 30 പുതിയ നിയമം. ഇത് തിരിച്ചല്ലേ വേണ്ടത്? അങ്ങനെയല്ല, ആ ക്ലാസ്സിന് വരുന്നതോട് പറയുന്നതാണ്. പഴയ നിയമം കാലാകരണപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അക്കോർഡിംഗ് ടു ബൈബിൾ അത് പഴയ നിയമത്തിൽ ഒരു വള്ളി പുല്ലും മാറരുതെന്നാണ് കർത്താവ്. ഞാൻ പഴയ നിയമം പുതിയ നിയമം മുഴുവൻ വിശ്വസിക്കുന്നു. പിന്നെ അങ്ങനെ ചോദിച്ചപ്പോൾ ഇപ്പം പെട്ടെന്ന് എൻ്റെ ഇവാലുവേഷനിൽ ഇല്ലാത്തൊരു ചോദ്യമായിട്ട് പറഞ്ഞതേ. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ അങ്ങയുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഈ 66 വയസ്സല്ലേ? 64. പക്ഷെ വളരെ ചെറുപ്പത്തിൽ കർത്താവിൻ്റെ കരുണയാൽ വിളിച്ചത്. അങ്ങ് വളരെ സംതൃപ്തനാണ് ഈ ജീവിതത്തിൽ? 100% കർത്താവിൻ്റെ കരുണയാൽ സംതൃപ്തനാണ്, 100%. അങ്ങനെ എനിക്കറിയില്ല, 2-3 റീസൺ ഉണ്ട്. അങ്ങയുടെ ജീവിതത്തിൽ കാര്യമായ ഈ വലിയ സഹനങ്ങളിലൂടെ ഒന്നും കടന്നു പോകേണ്ട ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അതെ, കാര്യമായിട്ട്. ഇനി മാത്രമല്ല, ഈ സഹനങ്ങളൊന്നും എന്നെ ഏൽക്കാറില്ല. എന്നെ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, എൻ്റെ പിതാവ് അറിയാതെ എനിക്കൊന്നും. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നമ്മൾ എന്തിനെ അതിജീവിക്കുക. അതെ, അപ്പോൾ സഹനം എന്നെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് ശരി. ഇപ്പോൾ ചിലപ്പോൾ നാളെ ഒരു 2 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഇടുക്കിയിൽ കുറേ ഉൾപ്രദേശത്ത് മേരിലാൻഡ് എന്ന് പറയും, അവിടെ ഒരു പള്ളിയിൽ ധ്യാനത്തിന് വിളിച്ചു. അപ്പം അന്ന് ഞാൻ പഴയൊരു ധ്യാനം കഴിഞ്ഞ് അന്ന് പിറ്റേ ദിവസമാണ് ഇത്. അന്ന് രാത്രി പെട്ടെന്ന് ഒരു ബന്ധ് ഒരു BJP-കാരുടെ ബന്ധം. അപ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനെ വിളിച്ചു, അച്ഛൻ ഇങ്ങനെ ബന്ധമാണ്, വണ്ടികളൊന്നുമില്ല, വരാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ നിങ്ങൾക്ക് ഇല്ലല്ലോ, നോ ബ്രദറെ പറ്റില്ല, ആ ജനങ്ങളൊക്കെ നല്ല ഒരുപാട് ദാഹത്തോട് ബ്രദർ വന്നാൽ മതിയാവുള്ളൂ. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ മോട്ടോർ സൈക്കിൾ എവിടുന്ന് പഴയന്നൂരിൽ നിന്നാണ് ഈ പറഞ്ഞത്, ഏകദേശം ഒരു 220ഓളം കിലോമീറ്റർ ഓടിച്ചു. ഭയങ്കര പെരുമഴ, മഴക്കാലത്ത് ഈ 8 നോയമ്പിൻ്റെ സെപ്റ്റംബർ. പക്ഷേ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കാരണം ഓക്കെ, അടുക്കുക, കർത്താവ് നയിക്കും. അങ്ങനെ അതാണ് എനിക്ക് മറുപടി പറയാനുള്ളൂ. വൈദികരൊക്കെ ആയിട്ടുള്ള ചേർന്നുള്ള ഒരു ജീവിതമാണല്ലോ അങ്ങ് നയിക്കുന്നത്. എപ്പോഴും എല്ലാം വൈദികരുടെ കീഴിലാണ്. മറ്റാത്മായ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് ഒത്തിരി ഒരുമിച്ച് ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ട്? ഞാൻ ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എൻ്റെ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ വിളിക്കും കാര്യങ്ങൾ, കാരണം കൂടുതൽ സമയം കർത്താവിൻ്റെ ശുശ്രൂഷ എന്നുള്ളതാണ്. അപ്പോൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എല്ലാവരോടും നല്ല ബന്ധമാണ്. അങ്ങനെ ആരെയും വെറുക്കില്ല. ഇനി ആർക്കെങ്കിലും എൻ്റെ പ്രാർത്ഥന കൂടുതൽ വേണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ കുറച്ച് വേദനിപ്പിച്ചാൽ മതി. അപ്പോൾ ആ ദിവസങ്ങൾ ഇറ്റ്സ് നോട്ട് ജോക്ക്. ഇന്ന് വരെ ചെയ്ത കാര്യം ഖുർആാനിൻ്റെ പിന്നെ ഞങ്ങളുടെ ഫാമിലി പ്രയർ ഉണ്ട്. ഖുർആാനയ്ക്ക് കഴിഞ്ഞ് പിന്നെ പ്രഭാത പ്രാർത്ഥന, സപ്ര എന്നൊക്കെ പറയില്ലേ, എൻ്റെ പഴയ വർഷം. അങ്ങയുടെ ഈ ദൈനംദിനമുള്ള പ്രാർത്ഥനാ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കാലത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ TV കാണും, നിങ്ങളുടെ ഇതിലാണ്. അങ്ങനെയാണ് നിങ്ങളോട് സ്നേഹം വർദ്ധിച്ചത്. നമ്മുടെ ഷെക്കിനോട് 6 മണിക്ക് 6 മണിക്ക് ലൈവ് കാണുന്ന വലിയ നിർബന്ധമുണ്ട്. അത് തൃപ്തനെന്നല്ല, എന്നാലും വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അപ്പോൾ അത് കാണും. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച തൊട്ട് ഞങ്ങൾക്ക് കുർബാന കിട്ടി. അപ്പോൾ പള്ളിയിൽ പോയി കർത്താവിനൊക്കെ ചെയ്യാം. അപ്പോഴേ എനിക്ക് സംതൃപ്തിയുള്ളൂ. കുർബാന
പിന്നെ ഇത് കഴിഞ്ഞാൽ അതിന് മുമ്പ് 5 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് ഒരു പേഴ്സണൽ പ്രയർ ഉണ്ട്. അത് ഇപ്പം അത് പ്രധാനമായിട്ട് കൊറോണ ഈ ലോകത്തിന് മാറാൻ വേണ്ടിയിട്ടാണ്. കൊറോണയുടെ ആ രോഗികൾക്ക് വേണ്ടി, മരിച്ചുപോയ രോഗികളുടെ ആശ്രിതം, അങ്ങനെയൊക്കെയുള്ള ഇതാണ് ലോങ് പ്രയർ. കൊറോണ ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിലൊന്നും വരാതിരിക്കാൻ വേണ്ടി അതെല്ലാം പെടുതിൽ. കൊറോണ രോഗികൾക്ക് വേണ്ടി ഒരു നീണ്ട ഒരു മണിക്കൂർ നീണ്ട ഒരു 5 കരുണക്കൊന്തൊക്കെ ചെല്ലും, 5 6 ചെല്ലും, അങ്ങനെയുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് കുർബാനയ്ക്ക് പോകുക. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ട് അപ്പോൾ കുർബാന വീട്ടിലായതുകൊണ്ട് അങ്ങോട്ട് കയറില്ലേ വേണ്ടു, അല്ലെങ്കിൽ പിന്നെ 6:30 അപ്പോൾ കൊറോണ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക അവസാനം, കർത്താവേ അങ്ങടെ ഇതൊക്കെ ചെയ്താലും കൊറോണ നിർവീര്യമാക്കണമെന്ന് പ്രാർത്ഥിച്ചാലും അങ്ങടെ പരിശുദ്ധ ഹിതം നിറവേറട്ടെ. ഈ അടിയൻ്റെ യാചനയല്ല, അങ്ങടെ തിരുഹിതം. അതായത് കൊറോണ മാറ്റാം, അങ്ങക്ക് ഇഷ്ടമേ മാറ്റാമെന്ന് അങ്ങനെയല്ലേ പ്രാർത്ഥിക്കണേ. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുവനന്തപുരത്തിലെ. പിന്നെ പ്രാർത്ഥന വൈകുന്നേരം മാത്രം. പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് 3 മണിക്ക് നമ്മുടെ അതും ക്രെഡിറ്റ് ഒരു മണിക്കൂറുണ്ടല്ലോ ഡിവൈൻ മേഴ്സി. എനിക്ക് ആരാധന ഭയങ്കര ഇഷ്ടമാണ്. അത് കർത്താവിനിങ്ങനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. 14 സംഗീതത്തിന് പറയില്ല, അവനെ നോക്കി 5 6 മണിക്ക് അവനെ നോക്കിയവർ പ്രകാശിതരായി. അപ്പം ആരാധന അതാണ് അതിൽ ഏറ്റവും. ടിവിയിലാണെങ്കിൽ നോക്കിയിരിക്കും. അതെനിക്ക് അത് അപ്പോൾ 3 തൊട്ട് 4 വരെ ഉള്ളത്. അത് പിന്നെ വൈകുന്നേരം, പിന്നെ വൈകിട്ട് ഫാമിലി പ്രയർ. ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ 9 തൊട്ട് അത് ചില മുഴുവൻ പകുതിയും മുക്കാലൊക്കെ മുഴുവൻ ചിലപ്പോൾ പലപ്പോഴും അറ്റൻഡ് ചെയ്യാറില്ല. അത് പിന്നെ പേഴ്സണൽ പ്രയർ മസ്റ്റാണ്. അതിപ്പോൾ മുടക്കില്ല ഒരു ദിവസം. അത് 2 മണിയായാലും 3, ചിലർക്ക് 2 മണിക്കോ ഞങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം ഒരു അട്ടപ്പാടിയിൽ ധ്യാനം കഴിഞ്ഞിട്ട് വരാൻ നിൽക്കും. 10 മണി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ 2 മണിയാണ്. ആ 2 മണിക്ക് ഞാനും ഭാര്യ ഇരുന്ന് പ്രാർത്ഥിക്കും. എത്ര സമയം ഉണ്ടാവും? അത് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറിൻ്റെ താഴെ ഉണ്ടാവുള്ളൂ. അതായത് ഒരു ജപമാല, കരുണക്കൊന്ത, കുടുംബ പ്രതിഷ്ഠ, മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന, ബൈബിൾ റീഡിങ്, സുതിപ്പ് മസ്റ്റാണ്. സുതിപ്പ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രഭാതത്തിലും വൈകിട്ട് സുതിപ്പുണ്ട്. ബൈബിൾ പ്രയാണം നമ്മുടെ ദൈവം വസിക്കുന്നത് സ്തുതിയുടെ മധ്യമാണ്. 22:3 ഇസ്രായേലിൻ്റെ എന്നാണ് നമ്മൾ. കാരണം ഏത് വീട്ടിൽ സ്തുതിപ്പുണ്ടോ ആ സ്തുതിപ്പിലാണ് ദൈവം വരിക. ഇനി സ്തുതിക്കാനും ചില പ്രൊസീജിയറുണ്ട്. നേരത്തെ ദശാംശ സ്തുതിപ്പിൽ മിനിമം 4 കാര്യങ്ങളിലാണെന്ന് ബൈബിൾ പറയണം. 1 ഉച്ചത്തിൽ സ്തുതിക്കണം, 2 പാടി സ്തുതിക്കണം, നന്ദി പറഞ്ഞ് സ്തുതിക്കണം. ഇതിനൊക്കെ ബൈബിൾ കൊട്ടേഷൻ കേട്ടോ. നമ്മൾ സമയം ചുരുങ്ങിയതായിട്ട് കണ്ടന്റ് മാത്രമേ പറയുള്ളൂ ബൈബിൾ. പിന്നെ കൈകുലി ഉയർത്തി ഈ 4 ചേരുവ ചേർത്ത് സ്തുതിച്ചാൽ അവിടെ അപ്പം നമ്മുടെ മോളുടെ പരീക്ഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഞാറുണ്ട ദിവസം ഞാൻ കർഷകനാണ്, അല്ലെങ്കിൽ നാളെ നാടാണ്, അപ്പോൾ അതിനുവേണ്ടി അല്ലെ ഇതെങ്ങനെ വളരേണ്ടത്, അല്ലെ തേങ്ങയുടെ ആൾ വരുന്നുണ്ട്, അതൊക്കെ അതിൽ പെടും. ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിക്കാത്ത ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യില്ല. അതെ, അത് ഈശോ തെങ്ങിന് തടവെടുക്കാൻ നാളെ അല്ലെങ്കിൽ തേങ്ങ ഇടാനായിട്ട് ആള് വരുന്നെങ്കിൽ അതുവരെ സമർപ്പിച്ചു. അപ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഇത് സമർപ്പിക്കില്ല. ഇന്നത്തെ ഡ്യൂട്ടികൾ വട്ടപ്പാടി പോകണ്ടോ, വട്ടപ്പാടി ധ്യാനത്തിന് മാത്രമല്ല അല്ലാണ്ട് പോകും. അവിടെ എനിക്ക് കുറച്ച് കൃഷി സ്ഥലം അതിനും പോകും. അപ്പോൾ യാത്ര, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ പണിക്കാർ വരികയാണെങ്കിൽ ഹിന്ദിക്കാർ പണിക്കാർ പ്രാർത്ഥിക്കും, അവർ വേണമെന്ന് പ്രാർത്ഥിച്ചു നോക്കും. അങ്ങനെയൊക്കെ ചെറുത്, അത് വേറെ ആരുമില്ല, ഞാനും ഭാര്യയും. അപ്പം അതിൽ തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ മറുപടി കിട്ടുമോ? പ്രാർത്ഥിക്കാൻ മറുപടി ഒരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. പിന്നെ വലിയ കാര്യമൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ നേരം പ്രാർത്ഥിച്ച് വചനടത്തൊക്കെ നോക്കും. ഇൻസ്പിറേഷൻ, പിന്നെ വചനം, ഇതൊക്കെ നോക്കും. കുറച്ച് ഒരു സ്ഥലം വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു മോൻ്റെ ഒരു കല്യാണാലോചന, അങ്ങനെയൊക്കെ ഗൗരവേറിയ കാര്യം. അതിനെല്ലാം കൂടുതൽ സമയം പ്രാർത്ഥിച്ച് കൂടുതൽ ഒരു ദിവസമല്ല, ദിവസങ്ങളോളം പ്രാർത്ഥിച്ച് ഒരാഴ്ച 4 ദിവസം ഏതൊരു കാര്യം ഉടനെ യെസ് എന്ന് പറയില്ല. ഒക്കെ ശരി ആലോചിക്കാം, എന്നിട്ട് ഭാര്യയോട് പറയും. എന്നിട്ട് ഭാര്യയുടെ ഞങ്ങൾ 2 പേരും ഒരു തീരുമാനമായാലേ ചെയ്യുള്ളൂ. ഭാര്യ നോ പറഞ്ഞാൽ അത് ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ച് ദൈവം അനുവദിക്കണം ജീവിതം. അത് ഈശോ പറയും 2 പേർ യോജിച്ചുള്ള ഏത് കാര്യം സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തായാലും കർത്താവിൻ്റെ കരുണയാൽ അങ്ങനെ എടുത്തു പറയത്തക്ക പരാജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങ് പറയുന്ന ഒരു കാര്യം, ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് കർത്താവിനോട് പ്രാർത്ഥന ചോദിച്ചിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ. അബ്സല്യൂട്ട്, അത് ഞാൻ പറയുന്നില്ല. അതായത് പറമ്പിലെ പണിക്കാരുടെ കാര്യം മുതൽ നമ്മുടെ മക്കളുടെ വിവാഹം ആയിക്കോട്ടെ, ഏത് കാര്യവും ഒരു ജോലിയാകട്ടെ, പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് ചെയ്യുക. നമുക്ക് സന്ദേശം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം നമ്മളൊരു കാര്യം മുന്നമേ കൂട്ടി അപ്പനോട് പറഞ്ഞിട്ടായി ചെയ്യുന്നത്. കാരണം അതിൽ തന്നെ ഒരു ബ്ലെസ്സിങ് ആയി. കാരണം എല്ലാവർക്കും എല്ലാം വരില്ലല്ലോ.
ഇപ്പോൾ വലിയ ദർശനന്മാരുള്ള നമ്മളിപ്പോൾ നമുക്ക് എന്ത് വരം തന്നിട്ടുണ്ടെന്ന് കർത്താവിനറിയാം. അല്ല, അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ മക്കള് അവർക്ക് സ്വന്തം നിലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, കഴിവുമുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ കാര്യം ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിദഗ്ധ ഉപദേശമൊന്നും അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമുക്ക് അവരോട് തോന്നുന്ന ഒരു പ്രത്യേക ഫീലുണ്ട്, ഒരു സ്നേഹം. അതിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. ബ്ലെസ്സിങ് ഉണ്ട്. ഈ പറഞ്ഞതിൻ്റെ 10,000 കോടി ഇരട്ടി ബ്ലെസ്സിങ് ആണ് ദൈവത്തിന്. ഇതുപോലെ തന്നെ നമ്മൾ ദൈവത്തോട് ഏത് കാര്യവും എത്ര നിസാരമായിക്കട്ടെ അതിൽ പോലും ഒരു ആലോചന ചോദിക്കുമ്പോൾ അതിനകത്തൊരു ബ്ലെസ്സിങ് ഉണ്ട്. മാത്രമല്ല എൻ്റെ ഒരു ആഡിങ് അക്കോർഡിംഗ് ടു ബൈബിൾ തന്നെയാണ്, അങ്ങനൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ തകരാൻ ദൈവം അനുവദിക്കില്ല. ഇല്ല. ലേവ്യർ 26:13 ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ കഴുത്തിലെ നോങ്ങൾ ഞാൻ ഒടിച്ചിരിക്കുന്നു. പക്ഷേ ഒരിക്കലും തൻ്റെ മക്കളായി നമ്മൾ നിവർന്ന ഒരു പരാജയത്താലും തകരാൻ ആഗ്രഹിക്കാത്ത ഒരു അപ്പൻ്റെ മക്കളാണ് നമ്മൾ. ആ അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാകാൻ ഒരു പ്രധാന കാര്യമുണ്ട്. അപ്പനോട് ആദ്യം ചോദിക്കും. നമ്മുടെ അപ്പന് ഒരു നിർബന്ധമുള്ളൂ, ഒന്നാം സ്ഥാനം അപ്പന് വേണം. അതിൽ നോ എനി കോംപ്രമൈസ്. ബാക്കി എല്ലാ കാര്യത്തിലും സാറില്ല, ഞങ്ങൾ ചെയ്തോ അപ്പാ തെറ്റിയിട്ടോ, സാറില്ല ഇനി ചെയ്യരുതിട്ടോ, ബാക്കിയൊക്കെ സാറില്ല. ഒന്നാം അസഹിഷ്ണുവാൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കണം പുറപ്പാടിൽ. അതായത് ആത്യന്തികമായിട്ട് അങ്ങ് പറഞ്ഞു വരുന്ന ഇതാണ്, നമുക്ക് അടിവരയിട്ട് നമ്മുടെ പ്രേക്ഷകരോടും നമുക്ക് പറയാൻ പറ്റും, നമ്മളെ കേൾക്കുന്ന കുടുംബജീവിതക്കാരോട് മക്കളോട് ഒക്കെ നമുക്ക് പറയാൻ പറ്റും, ഞങ്ങൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും കർത്താവിനോടൊരു ആലോചന ചോദിക്കുക. കർത്താവ് ഇത് ചെയ്യട്ടെ, ഇങ്ങനെ എന്താ ഇത്, കർത്താവ് നിന്റെ ഇഷ്ടം എന്താണ് എന്ന് ആദ്യമേ ഒരു കാര്യം അങ്ങ് ചോദിക്കുക, എന്നിട്ട് അതങ്ങോട്ട് ചെയ്യുക. അതെ, വിജയിക്കും. അതിൽ വിജയം ഉറപ്പാണ്. പക്ഷേ ഒരു 99% ആളുകൾ തോറ്റു കഴിയുമ്പോൾ കർത്താവിലേക്ക് വരണം. അവസാനമാണ് അത് കർത്താവ് സ്വീകരിക്കില്ല, വെറുപ്പാണ്. പരിപാടിയൊക്കെ പൂട്ടി കഴിയുമ്പോഴാണ് എല്ലാ വാതിലടഞ്ഞ് അവസാനം ചിലപ്പോൾ സ്വർണ്ണത്തിൻ്റെ ആൾരൂപം ഉണ്ടാവും, 2 പവൻ്റെ വളയുണ്ടാവും, 1000-ന്റെ മെഴുതിരിക്കൂട്, 2000-ന്റെ പൂച്ചണ്ട്. കർത്താവ് കാർക്കിച്ച് അങ്ങോട്ട് തുപ്പും. നാടൻ ഭാഷ അതിനെ നിശ്ചിതമായിട്ട് തള്ളിക്കളെ. ബൈബിളിലുണ്ട്. ഞാനല്ല, ആമോസ് 5:21 ബ്രദർ വായിച്ചു. നമ്മുടെ പരിപാടികളൊക്കെ നമ്മൾ പലതവണ പരിശ്രമിച്ച് എല്ലാം തകർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അവസാനം ഒരു പിടിവള്ളി പോലെ നമ്മൾ ഒരു നേർച്ച നേർന്ന് കാര്യം സാധിച്ചെടുക്കുക എന്ന ഈ രീതിയിലുള്ള ഭക്തി മാർഗത്തെ നമ്മൾ 100% നിഷ്കരണം തള്ളിക്കളയും. അത് വാസ്തവത്തിൽ വേദപുസ്തകത്തിന് നിരക്കാത്തതാണ്. കാരണം നമ്മുടെ ഉച്ചിഷ്ടം സ്വീകരിക്കുന്നവനല്ല ദൈവം. ആമോസ് 5:21 വായിച്ചാൽ ബ്രദർ പറഞ്ഞു കാണാം. ബ്രദർ സാധാരണക്കാരൻ്റെ ഭാഷ പറഞ്ഞു, ദൈവത്തിന് അവിടെ എനിക്ക് നിങ്ങളുടെ കാഴ്ചയോളം ആരാധന വേണ്ട, എനിക്ക് വെറുപ്പാണ്. നിങ്ങളുടെ അമാവാസി ഉത്സവം ഞാൻ സംപ്രീതനാകില്ല. നിങ്ങൾ അർപ്പിക്കുന്ന കൊഴുത്ത മൃഗങ്ങളെ ഞാൻ നോക്കുപോലും ഇല്ല. ആമോസ് 5:21. എന്താ നോക്കാത്തതെന്ന് അതിൻ്റെ കാരണം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം കിടക്കാൻ വേറെ സ്ഥലത്താണ്. ജെറമ്യാ 32:33 അതിൻ്റെ കാരണം കിടക്കണേ. അവർ മുഖമല്ല പുറമത്ര എൻ്റെ നേരെ തിരിച്ചത്. മുഖം എന്ന് പറഞ്ഞാൽ അത് പ്രതിയാത്മ ഭാഷയിലെ ദൈവം പറയണേ. 1ാം സ്ഥാനം മുഖം. ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം പുറമെന്ന് പറഞ്ഞാൽ ഉച്ചിഷ്ടം, മറ്റെല്ലാം മാതൃ. അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിൽ കളയുന്ന സാധനം കർത്താവിന് അതിന് തുല്യമാണ്. മറ്റെല്ലാം വാതിലടച്ച് ഈ സ്വർണ്ണത്തിൻ്റെ ആൾരൂപം അല്ലെങ്കിൽ 2000-ന്റെ മെഴുതിരിക്കൂടും 3000-ന്റെ പൂച്ചെണ്ണും ചെല്ലുന്നത്. അതാണ് അതിൻ്റെ പുറം. അതേ വാക്കിൻ്റെ ബൈബിളുണ്ട്. എവിടെ? ജെറമ്യാ 3:19 നേരത്തെ 2:27. 2:27 അവർ മുഖമല്ല പൃഷ്ഠമത്ര എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നു. 2:27. അതിൻ്റെ റീസൺ പറയുന്നത് അവർ മരത്തോട് ആലോചന ചോദിക്കുന്നു. അത് ലോകവസ്തുക്കൾ ഈ ലോകത്തിൻ്റെ ആളുകളോടൊക്കെ ആലോചന ചോദിച്ച് തോട്ടിട്ടാണ് എൻ്റെ അടുത്ത് വരണത്. ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങയുടെ ജീവിതം ഒത്തിരി പേർക്ക് ഒരു എന്താ പറയുക, ഒരു മാർഗദർശകമായി, ഒരു ചൂണ്ടുവലകയായി തീരട്ടെ. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് അങ്ങ് നമ്മുടെ ദൈവജനത്തോട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്കത് ഒരു വലിയ പ്രചോദനമായി മാറിയിട്ടുണ്ടാവും. റാഫേൽ ബ്രദറിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്, ഏത് കാര്യത്തിനും കർത്താവിനോടൊരു ആലോചന ചോദിച്ചിട്ട് അങ്ങോട്ട് ചെയ്യുക. അത് ശരിയാകട്ടെ തെറ്റാകട്ടെ എന്തും ആകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ നിസ്സാരമായ കാര്യമാകട്ടെ, കർത്താവിനോട് ഒരു ആലോചന ചോദിക്കുക, എന്നിട്ട് അങ്ങോട്ട് ചെയ്യുക. അത് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറിയിരിക്കും. പിന്നെ കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കും വേണം. അതെ, നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഒരു താല്പര്യവും നമുക്കുണ്ടാകുക. അങ്ങയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃക, ലളിതമായ ഒരു ജീവിതം. ഒത്തിരി നന്മകൾ, ഒത്തിരി സമ്പത്തൊക്കെ ഉള്ളപ്പോൾ പോലും ഏറ്റവും ലളിതമായി ജീവിക്കാനായിട്ടുള്ള ഒരു
പ്രചോദനം അങ്ങയുടെ ജീവിതം തരുന്നുണ്ട്? അതിന് സിമ്പിൾ റീസൺ, അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യം. അതാണ് ക്രെഡിറ്റ് ഗോസ് ടു ഒത്തിരി സന്തോഷം ബ്രദറെ. ഈ ഷെക്കന ടെലിവിഷൻ്റെ ശുശ്രൂഷയിൽ തീപിടിച്ചവരിൽ വന്ന് പങ്കെടുത്തതിൽ ഒത്തിരി കർത്താവ് ധാരാളമായിട്ട് തിരിച്ചു അങ്ങോട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു അവസരം തന്നതിന് ഷെക്കന ടി വിയോടും എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഈശോയുടെ നാമത്തിൽ നന്ദി പറയുന്നു. ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ അതെല്ലാം ബൈബിളിനെ ആധാരമാക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഗോസ് ടു ക്രൈസ്റ്റ് ആൻഡ് ബൈബിൾ കേട്ടോ. ഒക്കെ എൻ്റെ അനുഭവത്തിലൊക്കെ ഈശോ വിശ്വാസം സ്തുതിയായിരിക്കട്ടെ.